നല്ല ഭംഗിയല്ലേ പിന്നൽ തിരുവാതിര കാണാൻ. പക്ഷേ പിന്നൽ തിരുവാതിര കളിക്കാൻ തിരുവാതിര നല്ലതായിട്ട് കളിക്കുന്നവർക്ക് പോലും ഒരു ഭയമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പിന്നൽ കെട്ടി വരുമ്പോഴോ തിരികെ അഴിച്ചെടുക്കുമ്പോഴോ കളിക്കുന്നതിനകത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിയാൽ പിന്നൽ കെട്ടി വീണ് അഴിയാതെ വരും. എന്നാൽ കുറച്ച് മെനക്കെട്ട സാധാ തിരുവാതിരയേക്കാൾ എളുപ്പമാണ് പിന്നൽ തിരുവാതിര കളിക്കാൻ. സിമ്പിളായ ഒരു തിരുവാതിര കളിച്ചു പഠിക്കാൻ തിരുവാതിര കളിക്കുന്നവർക്ക് ഒരു ദിവസം മതി. എന്നാൽ പിന്നൽ തിരുവാതിര പഠിക്കാൻ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ എടുക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പിന്നൽ കളിച്ച് പഠിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ കെട്ട് വീണിടത്ത് നിന്ന് നമ്മൾ ആദ്യം വരെ അത് അഴിച്ച് മാറ്റിയിട്ട് ആദ്യം മുതൽ ഒന്നേന്ന് പിന്നെ പഠിക്കേണ്ടി വരും. പിന്നൽ കളിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഏത് പാട്ടിനാണോ നമ്മൾ പിന്നൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ട് എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. അതായത് ഓരോ വരിക്ക് അനുസരിച്ചല്ലേ നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത്. സാധാ തിരുവാതിര ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കളിക്കുന്നത് നോക്കി കളിക്കാൻ പറ്റും. പിന്നൽ തിരുവാതിരയിൽ നോക്കിക്കളി പറ്റത്തില്ല. നമ്മൾ പാട്ടും വരിയും താളവും സ്റ്റെപ്പും എല്ലാം നമുക്ക് കാണാപ്പാടമായിരിക്കണം. അടുത്ത വരിയും അടുത്ത സ്റ്റെപ്പും എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പിന്നൽ തെറ്റാതെ കെട്ടി വീഴാതെ കളിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഉറി വെച്ച് കളിക്കുന്ന തിരുവാതിരയിൽ മിനിമം 3 പാട്ടെങ്കിലും വേണം. ആദ്യത്തെ ഒരു പാട്ട് കഴിഞ്ഞ് ഉറി വെച്ച് അത് അന്നേരം തന്നെ എടുത്തു മാറ്റി അടുത്ത പാട്ടിന് പിന്നലഴിച്ച് തീർക്കുന്നതിന് ഒരു ഭംഗിക്കുറവ് വരും. ഉറി വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു മാറ്റുന്നത് ഒരു ഭംഗിക്കുറവാണ്. അതിനേക്കാട്ടിൽ നല്ലത് നമ്മൾ ആദ്യത്തെ പാട്ടിന് പിന്നെ വന്നിട്ട് അതിൽ ഉറി വെച്ച് രണ്ടാമത്തെ പാട്ടിന് ഒന്നും കൂടെ അതൊന്ന് പിന്നിയെടുത്ത് മൂന്നാമത്തെ പാട്ടിന് ആ പിന്നലഴിച്ചിട്ട് ഉറിയെടുത്ത് മാറ്റി ആദ്യം നമ്മൾ കെട്ടിയ പിന്നൽ ലാസ്റ്റ് പാട്ടിന് അഴിച്ചു മാറ്റണം. അപ്പം മൊത്തം 4 പാട്ട്. 3 പാട്ട് വരുമ്പോൾ ആദ്യത്തെ പാട്ടിൽ നമ്മൾ പിന്നൽ കെട്ടി വന്നിട്ട് ഉറി വെച്ചു. രണ്ടാമത്തെ പാട്ടിന് നമ്മൾ പകുതി വരെ ഒന്നും കൂടെ പിന്നി വന്നിട്ട് പകുതി മുതൽ ആ കെട്ടിയ പിന്നൽ അഴിച്ചു മാറ്റിയിട്ട് ഉറിയെടുത്ത് മാറ്റുന്നു. മൂന്നാമത്തെ പാട്ടിന് ആദ്യം കെട്ടിയ പിന്നൽ നമ്മൾ അഴിച്ചു മാറ്റുന്നു. പിന്നെ പിന്നൽ തിരുവാതിരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നല്ല ഭംഗിയിലുള്ള നിറങ്ങളുള്ള തുണിയാണെങ്കിൽ നമ്മൾ ആ പിന്നുന്ന തുണി നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷെ പലരും 2 കളറിൽ വരുന്ന തുണി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ തിരുവാതിര കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും കുഴപ്പമില്ല. അതിൽ വരുന്ന ചിലപ്പം പച്ചയും മഞ്ഞയും മാത്രം, അല്ലെങ്കിൽ മെറൂണും മഞ്ഞയും മാത്രം, അല്ലെങ്കിൽ മഞ്ഞയും ചുവപ്പും മാത്രം, അങ്ങനെയൊക്കെ 2 കളർ മാത്രം വെച്ച് പിന്നൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും കുഴപ്പമില്ല. എങ്കിലും കാണാൻ ഭംഗി പല നിറത്തിലുള്ള തുണികൾ ഉപയോഗിച്ച് കളിക്കുന്നതായിരിക്കും. കൂടുതൽ കളർ ഉപയോഗിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും സെയിം കളർ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നൽ കെട്ടുന്നതിനും അഴിക്കുന്നതിനും ഒരേ താളത്തിലുള്ള പാട്ടാണ് ഭംഗി. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും എളുപ്പത്തിൽ പിന്നൽ തിരുവാതിര അടിച്ചെടുക്കാൻ പറ്റും. പിന്നൽ തിരുവാതിര കളിക്കുന്നത് ഒരു ടീമിൽ 10 പേരാണെങ്കിൽ 5 കളർ വേണ്ടി വരും. 2 പേർക്ക് 1 കളർ. ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ തമ്മിൽ ഇവിടെ ചുവപ്പാണെങ്കിൽ അപ്പുറ വശവും ചുവപ്പ് വരുന്ന രീതിയിൽ കളിക്കാൻ പറ്റും. പിന്നെ തിരുവാതിര കളിക്കുന്നതിൽ 2 കളർ മാത്രം യൂസ് ചെയ്യുന്നവർ ഒന്നിടെ വിട്ട് വേറെ കളറായിരിക്കും. വേറെ കളർ എന്ന് പറഞ്ഞാൽ ഒരാൾ പച്ചയാണെങ്കിൽ അടുത്ത ആൾ ചുവപ്പായിരിക്കും, വീണ്ടും പച്ച, വീണ്ടും ചുവപ്പ്, വീണ്ടും പച്ച, അങ്ങനെ. ഇതാണ് നമ്മുടെ പിന്നൽ തിരുവാതിരയുടെ ആത്മാവ്.